അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് സംശയ നിവാരണമാണ്. നമ്മുടെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിച്ച സംശയങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സംശയങ്ങൾ, അങ്ങനെ എല്ലാ സംശയങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് നാം മനസ്സിലാക്കേണ്ട അശ്രദ്ധമായി പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ഉണർത്തലുകളാണ് എല്ലാ ഞായറാഴ്ചകളിലും സംശയ നിവാരണങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്നും ഒരുപിടി സംശയങ്ങളാണ്. നമസ്കാരത്തെ പറ്റിയുള്ള നമുക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ട നമ്മുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ, ഈ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു കൃത്യമായി നമസ്കരിക്കുവാനും അതിൻ്റെ എല്ലാ പിഴവുകളും പരിഹരിച്ച് കറകളഞ്ഞ നമസ്കാരങ്ങളായി, ഇഖ്ലാസുള്ള നമസ്കാരങ്ങളായി അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളെ പരിഗണിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കുറേ സംശയങ്ങളുണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഒന്നാമത്തെ സംശയം, ഫർള് നമസ്കാരത്തിന്റെ നീയത്താണല്ലോ ഏതൊരു കാര്യത്തിനും വലുത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നീയത്തില്ലാതെ ഒന്നും സ്വീകരിക്കൂലെന്നാണ്. ആ നീയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നമസ്കാരത്തിൽ നീയത്ത് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിനുത്തരം 3 കാര്യങ്ങൾ നീയത്തിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. 3 കാര്യങ്ങൾ. 1, ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമാണ്. ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതണം. 2, ഏതു നമസ്കാരമാണ് എന്ന് വ്യക്തമാക്കണം. 3, ഫറുളാണെന്ന കരുതലും നിർബന്ധമാണ്. അതായത് ഏത് നമസ്കാരമാണെന്ന് കരുതണം, ഫറുളാണ് നമ്മൾ കരുതുക, അതോടൊപ്പം നമ്മൾ നമസ്കരിക്കുന്നു എന്നും നമ്മൾ കരുതണം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ കരുതിയിരിക്കണം. രണ്ടാമത്തെ സംശയം, തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കെട്ടുന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകൾ ഉയർത്തൽ തുടങ്ങേണ്ട സമയം ഏതെന്നാണ്? നമ്മൾ ചിലപ്പോൾ പല ആളുകളും അല്ലാഹു അക്ബർ എന്ന് കെട്ടുന്നവരുണ്ട്, അല്ലാഹു അക്ബർ എന്ന് കെട്ടുന്നവരുണ്ട്, അല്ലാഹു അക്ബർ എന്ന് കെട്ടുന്നവരുണ്ട്. പല രീതിയിലാണ്, പല മോഡലുകളാണ്. ഇങ്ങനെ കെട്ടുന്നവരുണ്ട്, ഇങ്ങനെ അത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ കൈ ഉയർത്തൽ തുടങ്ങേണ്ട സമയം എപ്പോഴാണ്? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യത്തെ അക്ഷരം ആ, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ എന്ന് പറയുമ്പോൾ ഇരു കൈ ഉയർത്തണം. അല്ലാഹു എത്തുമ്പോൾ 2 തള്ള വിളിച്ചവരെ താഴെ എത്തണം. അല്ലാഹു അക്ബർ. അവസാനത്തെ റാ എത്തുമ്പോൾ കൈ കെട്ടി കഴിഞ്ഞിരിക്കണം. അതാണ് യഥാർത്ഥ രീതി. എങ്ങനെ? അല്ലാഹു അക്ബർ എന്നാണ് നമ്മൾ കൈ കെട്ടുന്നത്. അപ്പൊ ആ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. അല്ലാഹു അക്ബർ. റാ പറയുമ്പോൾ കൈ കെട്ടിയിരിക്കണം. ഇനിയോ അടുത്ത സംശയം, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട സംശയങ്ങൾ, നമുക്ക് പലപ്പോഴും ഉണ്ടായിരിക്കുന്ന സംശയങ്ങൾ. 3ാമത്തെ സംശയം, നിന്ന് നമസ്കരിക്കുമ്പോൾ കാലിന്റെ പള്ളം മുഴുവനും നിലത്ത് തട്ടൽ നിർബന്ധമുണ്ടോ? നിന്ന് നിസ്കരിക്കുന്നയാൾ കാലിന്റെ വെള്ളഭാഗം മുഴുവനും ഭൂമിയിൽ ഇങ്ങനെ നിവർത്തി വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിന്ന് നമസ്കരിക്കുന്നയാൾ കാലിന്റെ പാദത്തിന്മേൽ ഊന്നി നിൽക്കണമെന്നേ വ്യവസ്ഥയുള്ളൂ. പാദത്തിന്റെ എല്ലാ ഭാഗങ്ങളും തറയിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ തള്ളവിരൽ കുത്തി നിൽക്കാം, ഉപ്പൂറ്റി കുത്തി നിൽക്കാം, ഒരു ഭാഗം ചരിഞ്ഞു നിൽക്കാം. അങ്ങനെ കാലിൽ ഒന്ന് ഊന്നി കൊടുക്കണം, അല്ലെങ്കിൽ പാദം കാലിൽ മേൽ ഊന്നി നിൽക്കണമെന്നേ ഉള്ളൂ. എല്ലാ ഭാഗവും തറയെ തൊടണമെന്ന് നിർബന്ധമില്ല. ഇനിയോ മറ്റൊരു സംശയം, നമസ്കാരത്തിൽ നെഞ്ചിനു താഴെയാണ് കൈകെട്ടേണ്ടതിൽ ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിയങ്ങളും യോജിച്ചിട്ടുണ്ടോ? അവിടെയാണുള്ള പ്രശ്നം. ചില ആളുകൾ ഇങ്ങനെ കെട്ടുന്നത് കാണാം, ചില ആളുകൾ ഇങ്ങനെ കെട്ടുന്നത് കാണാം, ചില ആളുകൾ താഴെ ഇങ്ങനെ കെട്ടിയെന്ന് കാണാം. എവിടെയാണ് യഥാർത്ഥ രൂപമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, എല്ലാ ഇമാമിയങ്ങളും നെഞ്ചിന് താഴെയാണ് കൈ കെട്ടേണ്ടത് എന്നാണ്. നെഞ്ചിന് താഴെയാണ് കൈ കെട്ടേണ്ടത്. പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിലാണ് മഹാരഥനായ ഷാഫിഈ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് അവിടെയാണ് അവർ കെട്ടേണ്ടത് എന്ന് കാണാം. ഇനിയോ സംസാരിക്കാൻ കഴിയാത്തൊരു ഊമ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല. ആ മനുഷ്യന് സംസാര ശേഷിയില്ല.
പക്ഷെ ഫാത്തിഹ ഓതേണ്ട സമയത്ത് ചുണ്ടനക്കേണ്ട, നാവനക്കേണ്ട, സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ചുണ്ടും നാവും അനക്കേണ്ട സമയമുണ്ടോ എന്നാണ്. അനക്കണോ വേണ്ടെന്നാണ് സംശയം. അപ്പൊ അതിനുത്തരം സാധ്യമാകുമെങ്കിൽ അവന്റെ രണ്ട് ചുണ്ടും നാക്കും മോണകളും അയാൾ ഫാത്തിഹയും മറ്റും ഓതുന്ന പോലെ അനക്കൽ നിർബന്ധമാണ്. കഴിയില്ലെങ്കിൽ ഹൃദയത്തിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ സംസാരശേഷിയില്ലാത്ത ഒരാള് ഫാത്തിഹ ഓതുകയാണ് എന്നിങ്ങനെ പറയണം. അതിന് കഴിയില്ല എങ്കിൽ ഹൃദയത്തിൽ ഓതിയാ മതി. മനസ്സിലാവുന്നില്ലേ? ഇനിയോ മറ്റൊരു സംശയം, എല്ലാ നമസ്കാരത്തിലും വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ടോന്നാണ്. മയ്യത്ത് നമസ്കാരം ഒഴികെയുള്ള എല്ലാ ഫർള് നിസ്കാരത്തിലും എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. നമ്മൾ പലപ്പോഴും ഫർളിൽ ഓതും, സുന്നത്തിൽ ഓതൂല, പാടില്ല. നമ്മൾ സുന്നത്തിലും ഓതണം, സുന്നത്താണ്. സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതണം, ഫർള് നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതണം. ഇനിയോ ഫാത്തിഹ ഓതി കഴിഞ്ഞു, ഫാത്തിഹ ഓതി സൂറത്ത് ഓതി, ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫാത്തിഹയുടെ ഏതോ ഒരു ആയത്ത് ഓതിയോ ഇല്ലയോ എന്ന് സംശയിച്ചത്. ഫാത്തിഹ നിസ്കാരത്തിന്റെ ഫർളാണ്, ഫാത്തിഹ തെറ്റിയ നിസ്കാരം ബാത്തിലായേ. എന്നാൽ ആ മനുഷ്യൻ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിഹയിലെ ഏതെങ്കിലും ഒരു ആയത്ത് വിട്ടുപോയി എന്ന് മനസ്സിൽ തോന്നിയാൽ ആ ഫാത്തിഹ മടക്കി ഓതണോ വേണ്ടയോ എന്നുള്ളതാണ്. ആ ഫാത്തിഹ മടക്കി ഓതണ്ട. കാരണം നിസ്കാരത്തെ മടക്കി ഓതേണ്ടതിന് കാരണം ആ സംശയത്തിന് പ്രസക്തിയില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞല്ലോ, പിന്നെ അതിൽ പ്രസക്തിയില്ല എന്നുള്ളതാണ്. പിന്നെയോ ഫാത്തിഹയുടെ ഇടയിൽ ഒരാൾ തുമ്മി, ഫാത്തിഹയുടെ ഇടയിൽ ഓതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇങ്ങനെ ഓതി എത്തിയപ്പോ നമ്മൾ തുമ്മി. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ഹംദ് പറഞ്ഞാൽ പ്രശ്നമില്ല. തുമ്മിയാൽ ഹംദ് പറഞ്ഞു, ഫാത്തിഹയിലാണ്, പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണം? ഫാത്തിഹ ആദ്യം മുതലേ മടക്കണം, ഫാത്തിഹ ആദ്യം മുതലേ ഓതണം. നമ്മൾ വലല്ലാലീൻ എന്ന് പറഞ്ഞ ആമീൻ പറയുന്നതിന് മുമ്പ് നമ്മൾ തുമ്മി എങ്കിൽ നമ്മൾ ഫാത്തിഹ മടക്കണം. ഫാത്തിഹയുടെ ഇടയിൽ തുമ്മൽ വരികയും അറിയാതെ ഹംദ് പറയുകയും ചെയ്താൽ, അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെ ആകട്ടെ ഹംദ് വരികയും ചെയ്താൽ ഉറപ്പായും ഫാത്തിഹ മടക്കണം എന്നുള്ളതാണ്. ഇനിയോ മുന്നിലത്തെ സൊഫിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ കാണാം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് ചെയ്യാമോ എന്നാണ്. വലിയ ആളുകൾ വന്നാൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പുറകിലോട്ട് മാറ്റി നിർത്തും. അത് ചെയ്യാൻ പാടില്ല. അത് പിടിച്ചു മാറ്റാതിരിക്കലാണ് സുന്നത്ത്. പിടിച്ചു മാറ്റലല്ല, പിടിച്ചു മാറ്റാതിരിക്കലാണ് സുന്നത്ത് എന്ന് മഹാരഥന്മാർ. പിന്നെയോ ഇനി ഈ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുന്നത് ഉമ്മത്തെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണോ? അതെ, അത് മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുൻകഴിഞ്ഞു പോയ സമുദായക്കാർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു. അവർ നിസ്കരിച്ചത് തസ്ബീഹുകളും തഹ്ലീലുകളും അതുപോലെ മറ്റ് ദിക്റുകളും കൊണ്ടാണ് നമസ്കാരത്തിൽ പ്രവേശിച്ചിരുന്നത്. അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പദം അവിടെ ഉച്ചരിച്ചിട്ടില്ല. അത് നമ്മുടെ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനിയോ മറ്റൊരു സംശയം, പ്രധാനപ്പെട്ട സംശയമാണ് ഇനിയുള്ളത്. സുബഹി നമസ്കാരത്തിൽ 2 റക്അത്താണ്. സുബഹി 2 റക്അത്തല്ലേ? ഈ 2 റക്അത്തിൽ നമ്മൾ എന്ത് ഉറക്കയാണ് ഓതേണ്ടത്. സുബഹി നിസ്കാരവും ഇശാ നമസ്കാരവും രാത്രിയിലുള്ള നമസ്കാരങ്ങൾ ഉച്ചത്തിലാണ് ഓതേണ്ടത്. അങ്ങനെ ഓതിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്ത് നമ്മൾ നിസ്കാരം പൂർത്തിയാക്കി 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് കരുതുക. എന്നാൽ ആ നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്ത് ഉറക്കെ ഓതണോ പതുക്കെ ഓതണോ? മനസ്സിലായില്ലേ? 1ാമത്തെ റക്അത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറക്കെ തന്നെ ഓതണം. 2ാമത്തെ റക്അത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ സൂര്യൻ ഉദിച്ച സമയമായി. മനസ്സിലായി, സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എങ്കിൽ ആ റക്അത്തിന്റെ നിസ്കാരം ഉറക്കയാക്കണോ പതുക്കെയാക്കണോ എന്നാണ്. എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു പതുക്കെയാണ് ഓതേണ്ടത്. സൂര്യോദയത്തിന് ശേഷമുള്ള നിസ്കാരം പതുക്കെ ഓതേണ്ടതാണ്. ഇനിയോ റുക്കൂ, സുജൂദ് പോലെയുള്ള ഫർളുകൾ അധികരിപ്പിച്ചാൽ അത്രയും നേരം ഫർളിന്റെ കൂലി കിട്ടുമെന്നാണ്. ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ എന്താണ് സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി 3 തവണ പറഞ്ഞാൽ മതി. കുറച്ചുകൂടി പറയാം, കുറച്ചുകൂടി പ്രതിഫലം കിട്ടിയാലോ? കിട്ടൂല. റുക്കൂൽ അതുപോലെ തന്നെ നിസ്കാരത്തിൽ സാധാരണ ചൊല്ലുന്നതിനുള്ള സമയം എത്രയാണോ അത്രയും ചൊല്ലിയാലേ പ്രതിഫലം, ആ പ്രതിഫലേ ഉള്ളൂ, എത്ര നീട്ടിയാലും ഇല്ലെങ്കിലും. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ മറ്റൊരു കാര്യം,
ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് വജ്ജഹത്തുൻ നമ്മൾ പറയുക. ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥന എന്നുള്ളതാണ്. അങ്ങനെ ആ എന്താ പറയുക, ദുആഉൽ ഇഫ്തിതാഹായ വജ്ജഹത്തു എന്ന് തുടങ്ങുന്നതിന് ദുആയിൽ അതിലൊരു പ്രാർത്ഥനയില്ല. അല്ലാഹു ഇന്ന പ്രാർത്ഥനയല്ല, ഒരു വചനങ്ങളാണ്. അതിനെന്താണ് ദുആഉൽ ഇഫ്തിതാഹ് എന്ന് വരാൻ കാരണമെന്നാണ്. എന്നാൽ അതിന് ഉത്തര മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഉച്ചരിച്ചാൽ പ്രതിഫലം കിട്ടുന്ന ദിക്ർ എന്ന നിലയ്ക്ക് ദുആ എന്ന് പറയാറുണ്ട്. പ്രതിഫലം കിട്ടുന്ന ദിക്റിനൊക്കെ ദുആ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ദുആഉൽ ഇഫ്തിതാഹ് എന്ന പേര് വന്നത് എന്ന് കിതാബിൽ കാണാം. ഇനി മറ്റൊരു സംശയം, നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ തന്നെ കുറേ സൂറത്തുകൾ ഓതാമോ ഉസ്താദേ? നമ്മൾ ഓതാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എത്ര സൂറത്ത് ഓതാം? നമ്മൾ ഓതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ തുടങ്ങി എത്ര സൂറത്ത് വേണോ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എത്ര സൂറത്ത് വേണോ അധികരിപ്പിക്കാം. ഇനിയോ മറ്റൊരു സംശയം, വെറുതെ സുജൂദ് ചെയ്യാമോ? ഒരാവശ്യവുമില്ല. നിസ്കാരത്തിലല്ല, സഹവിന്റെ സുജൂദല്ല, അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ സജദയുടെ സുജൂദല്ല, ശുക്റിന്റെ സുജൂദല്ല, വെറുതെ സുജൂദ് ചെയ്യാവോ? വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് തേടപ്പെടുന്ന കാരണങ്ങളില്ലാതെ വെറുതെ സുജൂദ് ചെയ്യൽ വഹുവ ഹറാം, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനിയോ നമ്മൾ സാധാരണ ഖുർആൻ ഓതുമ്പോ യാസീനൊക്കെ ഓതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നകൽ മുർസലീൻ ഓതി എന്നിട്ട് വഇലൈഹി തുർജഊൻ എന്ന് പറഞ്ഞിട്ട് സദഖല്ലാഹു മൗലാനൽ അലിയുൽ അലീം എന്ന് പലരും പറയാറുണ്ട്. അതുപോലെ നിസ്കാരത്തെ അറിയാതെ അങ്ങനെ പറഞ്ഞാൽ, അല്ല അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവോ? നിസ്കാരം ബാത്തിലാകില്ല. അങ്ങനെ നിസ്കാരത്തിലാണെങ്കിൽ പോലും അത് നമസ്കാരം ബാത്തിലാകൂല എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംശയം, നമസ്കാരത്തിൽ കോട്ടുവയിടൽ കറാഹത്താണ്. പാടില്ല, അത് കറാഹത്താണ്. ഇത് അനിയന്ത്രിതമായി വരുന്നതാണല്ലോ, നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല കോട്ടുവ. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നിസ്കാരത്തിൽ കറാഹത്തായത്? പ്രത്യേക ഒരു സംശയം എന്ന് പറഞ്ഞാൽ, കോട്ടുവ നമ്മൾ ആരും പറഞ്ഞിട്ടോ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതോ അല്ല, അറിയാതെ വരുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നിസ്കാരത്തിൽ അത് കറാഹത്തായി? അവിടെയുള്ള മസ്അല, കോട്ടുവായിടൽ കറാഹത്താണ് എന്നതിന്റെ ഉദ്ദേശം കടന്നു വരുന്ന കോട്ടുവ തടയാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഉദാഹരണത്തിന് കോട്ട് വരുവാണ്, നമ്മൾ വാ തുറക്കുന്നില്ല, വാ ഇങ്ങനെ പിടിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്, വാ തുറക്കണില്ല, നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് കോട്ട് വന്നപ്പോഴേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ച് എന്ത് ചെയ്ത് നിസ്കാരം ബാത്തിലാക്കത്തിൽ കോട്ട് നിയന്ത്രിക്കാൻ പറ്റി, എത്ര മനസ്സിലാക്കിയാൽ മതി. കോട്ട് നിയന്ത്രിക്കാൻ പറ്റി എന്ന രീതിയിൽ വന്നിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ തുറന്നടിച്ച് കോട്ട് ഇടുന്നതിനാണ് കറാഹത്ത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനിയോ എല്ലാ റക്അത്തിലും ഫാത്തിഹയുടെ മുമ്പ് ബിസ്മി എന്തായാലും ഉണ്ടല്ലോ. അഊദു ഓതൽ സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. ഒന്നാം റക്അത്തിൽ അഊദു ഓതൽ ശക്തമായ സുന്നത്താണ്. അഊദു ഒഴിവാക്കൽ കറാഹത്തുമാണ് ആദ്യത്തെ റക്അത്തിൽ. ഒന്നാമത്തെ റക്അത്തിൽ അഊദു ഓതൽ ശക്തിമത്തായ സുന്നത്താണ്. ബാക്കിയുള്ളതിലൊക്കെ ബാക്കി വെറും സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ റക്അത്തിൽ ശക്തിമത്തായ സുന്നത്താണ്. ഇനിയോ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇരു കൈകളും രണ്ട് ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ് ആദ്യം കൈകെട്ടുമ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും നിസ്കാരത്തെ അങ്ങനെ കൈകെട്ടേണ്ടതുണ്ടോ? ഉണ്ട്. ഒന്ന്, റുക്കൂയിലേക്ക് പോകുന്ന സമയം ഫാത്തിഹ ഓതി സൂറത്ത് ഓതി അല്ലാഹു അക്ബർ കൈ ഉയർത്തി വേണം റുക്കൂയിലേക്ക് പോകാൻ. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ രണ്ടായി. പിന്നെ നമ്മൾ നേരെ സുജൂദിൽ പോയി രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ, അതായത് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് ആദ്യത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാഹു അക്ബർ കൈ ഉയർത്തി കെട്ടണം. അങ്ങനെ 3 സ്ഥലങ്ങളിൽ കൈ ഉയർത്തി കെട്ടലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത ഞായറാഴ്ച ബാക്കി സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായി കണ്ടുമുട്ടാം. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരുമെന്ന ആത്മീയ മജ്ലിസ്, അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ചരിത്ര പഠനമാണ് അതിലൂടെ. അൽഹംദുലില്ലാ, എല്ലാവരും ഇതിൽ ഭാഗവാക്കാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.